2020 കൊറോണ പടർന്നു പിടിക്കുന്ന കാലം. എല്ലായിടത്തും ലോക്ക്ഡൌൺ, സ്കൂൾ, കടകൾ എല്ലാം മാസങ്ങളോളം അടച്ചിടേണ്ടി വരുന്നു. സംസ്ഥാനം ഇന്ന് രാത്രി മുതൽ ഈ മാസം 31 വരെ സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകുന്നു. ലോക്ക്ഡൌൺ ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിപ്രധാനമായ നടപടിയാണ്. കുട്ടികളുടെ പഠനം എങ്ങനെ തുടരുമെന്ന് ആളുകൾ വേവലാതിപ്പെടുമ്പോൾ ഒരു ദേവദൂതനെ പോലെ ഒരാൾ അവതരിക്കുന്നു. അയാളാണ് ബൈജു രവീന്ദ്രൻ, ഫൗണ്ടർ ഓഫ് ബൈജൂസ് ആപ്പ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ മാറ്റി എഴുതിയ, പഠനം വളരെ ലളിതമാക്കിയ മഹാൻ. പിന്നീട് അങ്ങോട്ട് വച്ചടി കയറ്റം. വലിയ രീതിയിൽ ബൈജൂസ് ആപ്പ് ഹിറ്റ് ആവുന്നു. അതായത് ആ സമയത്ത് കുട്ടികളുടെ പഠനം എന്താകുമെന്ന് വിഷമിച്ചിരുന്ന മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ പോംവഴി അത് ബൈജൂസ് ആപ്പ് മാത്രമായിരുന്നു. ഒരു മലയാളിയുടെ സ്റ്റാർട്ടപ്പ് കമ്പനി ലോകമെമ്പാടും വലിയ രീതിയിൽ ചർച്ചയാവാൻ തുടങ്ങി. ഡിസ്നി, മെറ്റ തുടങ്ങിയ ഒരുപാട് കമ്പനികൾ ബൈജൂസ് ആപ്പിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അങ്ങനെ കമ്പനിയും ഉടമയും കോടികളുടെ ആസ്തിയിലെത്തി. ഷാരൂഖ് ഖാനിൽ തുടങ്ങി വലിയ പ്രശസ്തർ കമ്പനിയുടെ പരസ്യത്തിനായി അണിനിരന്നു. പക്ഷേ അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ കോടീശ്വരനിൽ നിന്നും അദ്ദേഹത്തെ പാപ്പരാക്കി മാറ്റി. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും കോടികളുടെ ആസ്തിയിലേക്ക് വളർന്ന് പിന്നീട് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൂപ്പുകുത്തേണ്ടി വന്നു. കസ്റ്റമേഴ്സിനെ കൂട്ടാൻ ബൈജൂസ് ആപ്പ് ചെയ്ത തന്ത്രങ്ങൾ, അതാണ് ഏറ്റവും വിവാദമായ ഒന്ന്. അവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അത്രയ്ക്കും ബുദ്ധിപരമായിരുന്നു. മാനസികമായി മാതാപിതാക്കളെ വേവലാതിപ്പെടുത്തുന്ന രീതിയിലാണ് അവർ അവരുടെ കമ്പനിയെ വളർത്താൻ ശ്രമിച്ചത്. എന്താണ് ബൈജൂസ് ആപ്പിനെ പറ്റിയത്? അവർ ചെയ്ത എന്തൊക്കെ തെറ്റുകളാണ് ഒരു കമ്പനിയുടെ നാശത്തിന് കാരണമായത്? നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ബൈജൂസ് ആപ്പിന്റെ വളർച്ചയുടെയും ഉയർച്ചയുടെയും തകർച്ചയുടെയും കാലം പറഞ്ഞ കഥകളാണ്. ബൈജൂസ് ആപ്പിന്റെ തകർച്ചയെപ്പറ്റി പറയുന്നതിന് മുൻപ് ആരാണ് ബൈജു എന്ന് നമ്മൾ അറിയണം. അതായത് ബൈജു എന്ന വ്യക്തിയുടെ ഉയർച്ചയുടെ ചരിത്രം. വർഷം 1980 ജനുവരി 5 കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് വൻകുളത്തുവയൽ എന്ന ഗ്രാമത്തിൽ തയ്യിലെ വളപ്പിൽ രവീന്ദ്രന്റെയും ശോഭനവല്ലിയുടെയും മകനായാണ് ബൈജു രവീന്ദ്രൻ ജനിച്ചത്. മാതാപിതാക്കൾ കണക്ക്, ഭൗതിക ശാസ്ത്രം തുടങ്ങിയവയുടെ അധ്യാപകരായി ജോലി ചെയ്തിരുന്ന മലയാളം മീഡിയം സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. അക്കാലത്തെ മിക്ക ഇടത്തരം കുടുംബങ്ങളിലെയും പോലെ ബൈജുവും ക്ലാസിക് തൊഴിൽ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തു. 2000 ബിരുദം നേടിയ അദ്ദേഹം മൾട്ടിനാഷണൽ ഷിപ്പിംഗ് സ്ഥാപനത്തിൽ ജോലി ആരംഭിച്ചു. 2003 ക്യാറ്റ് പരീക്ഷയ്ക്ക് സഹായം തേടുന്ന സുഹൃത്തുക്കളുമായി ഒരു യാദൃച്ഛിക കൂടിക്കാഴ്ച ഒരു നിർണായക വഴിത്തിരിവായി മാറി. എന്നാൽ വിധിക്ക് മറ്റ് പദ്ധതികൾ ഉണ്ടായിരുന്നു. 2003 ക്യാറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ സുഹൃത്തുക്കളെ സഹായിക്കുന്നതിനിടയിൽ ബൈജു തന്റെ അധ്യാപന കഴിവ് കണ്ടെത്തുക മാത്രമല്ല, പിന്നീടുള്ള വർഷങ്ങളിൽ 1 അല്ല 2 തവണ 100% വിജയം നേടുകയും ചെയ്തു. മുൻനിര IIMകളിൽ നിന്നുള്ള ഓഫറുകൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ബിസിനസ് സ്കൂളുകളിൽ നിന്ന് അകന്ന് പകരം അധ്യാപനം തന്നെ തിരഞ്ഞെടുത്തു. 2006 ചെറിയ രീതിയിൽ ബൈജൂസ് ക്ലാസസ് ഫോർ ക്യാറ്റ് എന്ന കോച്ചിങ് സെക്ഷനുകളുമായി ചെറിയ കെട്ടിടത്തിൽ തുടങ്ങിയത് താമസിയാതെ അനേകം വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞ ഓഡിറ്റോറിയങ്ങളിലേക്ക് അദ്ദേഹത്തെ വളർത്തി. ഇത് 2006 ബൈജൂസ് ക്ലാസുകളുടെ അനൗപചാരിക തുടക്കത്തിലേക്ക് നയിച്ചു. തുടക്കത്തിൽ ചെറുതായിരുന്ന അദ്ദേഹത്തിന്റെ ക്ലാസുകൾ പെട്ടെന്ന് തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന തരത്തിൽ വളർന്നു. ബൈജുവിന്റെ വിപ്ലവകരമായ അധ്യാപന ശൈലി മനഃപ്പാഠമാക്കുന്നതിന് പകരം ആശയപരമായ പഠനത്തിൽ വിദ്യാർത്ഥികളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിച്ചു. ബൈജു എന്ന വ്യക്തിയുടെ ഡിമാൻഡ് അതിവേഗം വളർന്നു മുൻപോട്ട് പോയി. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ആവശ്യങ്ങൾ ഉയർന്നു വന്നു. 2009 ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ സെക്ഷനുകൾ 9 നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. ഒരേ സമയം 1200ഓളം വിദ്യാർത്ഥികളെ അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ക്ലാസുകൾ ഒരു പ്രത്യേക രീതിയിലായിരുന്നു പോയിരുന്നത്. അതായത് ആദ്യത്തെ സെക്ഷൻ ഫ്രീ, രണ്ടാമത്തെ സെക്ഷൻ മുതൽ ഫീസ് അടയ്ക്കണമായിരുന്നു. അതായത് ഫ്രീമിയം സ്ട്രക്ചർ. ഈ ബിസിനസ് രീതി കൊണ്ട് തന്നെ വളരെ വലിയ ലാഭം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കുന്ന രീതി കാരണം വിദ്യാർത്ഥികൾ ആദ്യ സെക്ഷൻ തന്നെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അവർ മാതാപിതാക്കളോട് പറഞ്ഞ് മുൻപോട്ടുള്ള സെക്ഷൻ തുടരാൻ വേണ്ടി ഫീസ് അടപ്പിക്കും. എന്നിരുന്നാലും എല്ലായിടത്തും പോവുക, പഠിപ്പിക്കുക എന്നത് വളരെ കഷ്ടമായി മാറി. അങ്ങനെ ആ പരിമിതിയെ മറികടക്കാനായി ഡിജിറ്റൈസ് ചെയ്യാൻ വിസാറ്റ്, അതായത് വെരി സ്മോൾ അപ്പേച്ചർ ടെർമിനൽ എന്ന സാറ്റലൈറ്റ് പ്രക്ഷേപണ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാജ്യാന്തര തലത്തിൽ അദ്ദേഹം ക്ലാസുകൾ 2011 തിങ്ക് ആൻഡ് ലേൺ എന്ന പ്രൈവറ്റ് കമ്പനി തന്റെ ഭാര്യയോടൊപ്പം സ്ഥാപിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ കമ്പനി 2015 ബൈജൂസ് ലേണിംഗ് ആപ്പ് സമാരംഭിച്ചു. ആകർഷകമായ വിഷ്വലുകൾ, മോഷൻ ഗ്രാഫിക്സ്, ഇന്ററാക്റ്റീവ് ഘടകങ്ങൾ എന്നിവയുമായി വിദ്യാഭ്യാസ രംഗത്ത് തന്നെ വലിയൊരു വിപ്ലവമായി മാറി. വീഡിയോകൾ നിർമ്മിക്കാനായി അദ്ദേഹം പ്രൊഫഷണൽ ടീച്ചേഴ്സ്, എഡിറ്റേഴ്സ്, ആനിമേറ്റേഴ്സ് എന്നീ മ്യൂസീഷ്യൻസിനെ പോലും ഹയർ ചെയ്തു. വ്യത്യസ്ത രീതികൾ കാരണം ബൈജൂസ് ആപ്പ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ വലിയ വിപ്ലവം തന്നെ ഉണ്ടാക്കി. ബൈജുവിന്റെ നൂതനമായ സമീപനം വിദ്യാഭ്യാസത്തെ ഒരു വിനോദാനുഭവമാക്കി മാറ്റി. ഇത് കമ്പനിയെ വളരെയധികം ജനപ്രീതിയിലേക്ക് നയിച്ചു. 2013 ഇൻവെസ്റ്റേഴ്സ് ബൈജൂസിലേക്ക് എത്തുന്നത്.
മണിപ്പാൽ ഗ്രൂപ്പ് 26% ഓഹരികൾക്കായി 50 കോടി രൂപ നിക്ഷേപിച്ചു. സെക്വോയ ക്യാപിറ്റൽ, മാർക്ക് സക്കർബർഗിന്റെ ചാൻ സക്കർബർഗ് ഇനിഷ്യേറ്റീവ് എന്നിവയുൾപ്പെടെയുള്ള നിക്ഷേപകരെ ആപ്പിന്റെ വിപ്ലവകരമായ വിജയം കാരണം മുൻപോട്ട് കൊണ്ടുവന്നു. 2018ഓടെ ബൈജൂസ് ഇന്ത്യയിലെ ആദ്യത്തെ എഡ്ടെക് യൂണിക്കോൺ ആയി മാറി. കമ്പനിയുടെ മൂല്യം ഏതാണ്ട് $1 ബില്യൺ വരെ എത്തി. ഷാരുഖ് ഖാനിൽ തുടങ്ങിയ അനേകം പ്രശസ്തർ ബൈജൂസ് ആപ്പിന് വേണ്ടി പരസ്യം ചെയ്തു. ഇനിയാണ് കഥയുടെ ഗതി മാറുന്നത്. ഇതിനെല്ലാം കാരണം ബൈജൂസിന്റെ വിൽപ്പന തന്ത്രമായിരുന്നു. ഇൻഹോം കൗൺസിലിംഗ് സെക്ഷനുകൾക്കൊപ്പം സെയിൽസ് പ്രതിനിധികൾ ബൈജൂസ് ആപ്ലിക്കേഷന്റെ ആവശ്യകതയെക്കുറിച്ച് മാതാപിതാക്കളെ ബോധ്യപ്പെടുത്താൻ മനഃശാസ്ത്രപരമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി. അതായത് ഒരു രക്ഷകർത്താവ് തങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ബൈജൂസ് ആപ്പ് ട്രയൽ ബുക്ക് ചെയ്താൽ ഉടൻ തന്നെ ഒരു സെയിൽസ് പ്രതിനിധി അവരെ കോൾ ചെയ്യുന്നു. അങ്ങനെ കുട്ടികളോട് സംസാരിക്കുന്നു, കുട്ടിയുടെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുന്നു, കുട്ടിക്ക് അറിവില്ലാത്ത വിഷയങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം അവർ കണ്ടുപിടിക്കുന്നു. അങ്ങനെ അവർ മാതാപിതാക്കളോട് അവരുടെ കുട്ടിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ധരിപ്പിക്കുന്നു. അത് കേട്ട് പേടിച്ച രക്ഷകർത്താക്കൾ അവരുടെ കുട്ടിയുടെ ഭാവിയെ പേടിച്ച് ബൈജൂസ് ആപ്പ് വാങ്ങാൻ നിർബന്ധിതരാകുന്നു. അതായത് ഒരു കുട്ടിയുടെ ചെറിയ കുഴപ്പങ്ങളെ പോലും വലിയ രീതിയിൽ മാതാപിതാക്കളോട് പറഞ്ഞ് അവരെ മാനസികപരമായി മാനിപ്പുലേറ്റ് ചെയ്ത് കുട്ടിക്ക് ഇനി മുൻപോട്ട് നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ ബൈജൂസ് ആപ്പ് തന്നെ വേണമെന്ന അവസ്ഥയുണ്ടാവുന്നു. മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഇതുപോലൊരു ആപ്പ് വേറെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈജൂസിന്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ പോലും വളരെ കൂടുതലായിരുന്നു. ഡിമാൻഡ് കൂടുമ്പോൾ വില കയറ്റുന്നത് സാധാരണ സംഭവമല്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2020 കോവിഡ് വരുന്നത്. ആ സമയത്ത് ബൈജൂസ് ആപ്പിന് അപ്രതീക്ഷിതമായ ഉയർച്ചയുണ്ടായി. സ്കൂളുകൾ അടച്ചതോടെ ഇ ലേണിംഗ് വളരെ ആവശ്യമായ സംഭവമായി മാറി. കമ്പനിയുടെ അടിത്തറ ഉയർന്നു. ബൈജൂസ് ആപ്പ് ഉപയോഗം 60% വർദ്ധിച്ചു. ബൈജു ആപ്ലിക്കേഷൻ മാത്രമല്ല ടാബ്ലറ്റുകളും മെമ്മറി കാർഡുകളും പുറത്തിറക്കി. ഈ കാലയളവിൽ ബൈജുവിന് വൻതോതിൽ ഫണ്ടിംഗ് ലഭിച്ചു. എഡ്ടെക് മേഖല ഈ അസാധാരണ ഉയർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. അന്ന് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന വൈറ്റ് ഹാറ്റ് ജൂനിയർ, ടോപ്പർ, ഐക്കോണിക്, ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ സ്റ്റാർട്ടപ്പുകളെ ഏറ്റെടുത്തുകൊണ്ട് തിങ്ക് ആൻഡ് ലേൺ കമ്പനി ഒരു വലിയ പ്രസ്ഥാനമായി മാറി. അങ്ങനെ ബൈജൂസിന്റെ മൂല്യനിർണ്ണയം 58,000 ജീവനക്കാരോടൊപ്പം 2022 $22 ബില്യൺ എത്തി. ഇത്രയും നേരം നിങ്ങൾ കേട്ടത് ബൈജൂസിന്റെ വളർച്ചയുടെയും ഉയർച്ചയുടെയും കഥയാണ്. എങ്ങനെയാണ് ഇത്രയും മൂല്യമുള്ള ഒരു കമ്പനി പാപ്പരായി, അതായത് സീറോ മണിയിലേക്ക് എത്തിയത്? പാൻഡമിക്കിന് ശേഷം സ്കൂളുകൾ വീണ്ടും തുറന്നതോടെ ഓൺലൈൻ പഠനത്തിനുള്ള ആവശ്യം കുറഞ്ഞു വന്നു. ഡിജിറ്റൽ പഠനം മടുത്ത മാതാപിതാക്കളും വിദ്യാർത്ഥികളും പരമ്പരാഗത വിദ്യാഭ്യാസത്തിലേക്ക് മടങ്ങി. ഇത് ബൈജുവിനെ ഓഫ്ലൈൻ ട്യൂഷൻ സെന്ററുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിച്ചു. അതായത് ഗ്രാഫിക്സും ആനിമേഷനും മ്യൂസിക്കും ഒന്നും ഇല്ലാത്ത സാധാരണ കോച്ചിങ് സെന്റർ. പക്ഷെ അവിടെ സംഭവിച്ചത് പ്രവർത്തനപരമായ കാര്യക്ഷമത ഇല്ലായ്മയായിരുന്നു. ജീവനക്കാരുടെ ചൂഷണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഉയർന്നു വന്നു. സെയിൽസ് പ്രതിനിധികൾ കഠിനമായ തൊഴിൽ സാഹചര്യങ്ങൾക്കും യാഥാർത്ഥ്യ ബോധമില്ലാത്ത ലക്ഷ്യങ്ങൾക്കും വിധേയരായി. തെറ്റായ വിൽപ്പന തന്ത്രങ്ങളും കസ്റ്റമേഴ്സിന്റെ പരാതികളും വിശ്വാസത്തെ ഇല്ലാതെയാക്കി. ബ്രാൻഡിന്റെ വാല്യൂ പതിയെ കുറയാൻ തുടങ്ങി. അങ്ങനെ ബൈജു കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾ നേരിട്ടു. 2021 കമ്പനി 4,564 കോടി രൂപയുടെ അമ്പരപ്പിക്കുന്ന നഷ്ടം റിപ്പോർട്ട് ചെയ്തു. അതിന്റെ വരുമാനം 2,428 കോടിയായി മാറി. റെഗുലേറ്ററി ബോർഡുകൾ നടത്തിയ അന്വേഷണത്തിൽ ബൈജൂസിന്റെ സാമ്പത്തിക റിപ്പോർട്ടിംഗിലെ പൊരുത്തക്കേടുകൾ കണ്ടെത്തി. അതേസമയം US ആസ്ഥാനമായുള്ള ലോൺ കൊടുത്തവരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ബൈജൂസിന്റെ ദുരിതങ്ങൾ വർദ്ധിപ്പിച്ചു. ലോൺ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് പല കമ്പനികളും ബൈജൂസിനെതിരെ നിയമ പോരാട്ടത്തിലേക്ക് വന്നു. അങ്ങനെ ജീവനക്കാരെ പിരിച്ചുവിടൽ അനിവാര്യമായി മാറി. 58,000 തൊഴിലാളികളിൽ നിന്ന് 2023 പകുതിയോടെ ബൈജൂസിൽ ജോലിക്കാർ 25,000-ൽ താഴെ കുറഞ്ഞു. കമ്പനിയുടെ മൂല്യനിർണ്ണയം കുത്തനെ ഇടിഞ്ഞു. 2024 തുടക്കത്തിൽ 225 മില്യൺ ആയി കുറഞ്ഞു. അതായത് 99% നഷ്ടം. ബൈജൂസിന്റെ തകർച്ച അതിന്റെ തെറ്റായ ബിസിനസ് മോഡൽ കാരണമാണ് സംഭവിച്ചത്. നന്നായി വളർന്നു വന്നിരുന്ന കമ്പനി നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന വൈറ്റ് ഹാറ്റ് ജൂനിയർ പോലെയുള്ള ആപ്പുകൾ വാങ്ങിച്ചതും നിലവാരം കുറഞ്ഞ ടാബ്ലറ്റുകൾ വിൽപ്പന ചെയ്തതും കമ്പനിയുടെ നഷ്ടം അധികമാക്കി. 2023 അവസാനത്തോടെ ബാംഗ്ലൂരു ആസ്ഥാനം മാത്രം നിലനിർത്തി പല സ്ഥലങ്ങളിലുമുള്ള മിക്ക ഓഫീസുകളും അടച്ചുപൂട്ടേണ്ടി വന്നു. ഓഫ്ലൈൻ കേന്ദ്രങ്ങളിലേക്ക് ക്ലാസുകൾ മാറ്റം ചെയ്യാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ പരാജയപ്പെട്ടു. അദ്ദേഹം നല്ലൊരു അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒരുപാട് നല്ലതാണ്. കൊറോണ കാരണം പലരുടെ ബിസിനസ് തകരുകയും കൊറോണ കാരണം പലരുടെയും ബിസിനസ് കൂടുകയും ചെയ്തിരുന്നു. അതിലൊരാളാണ് ബൈജൂസ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് കൊറോണ കാലത്തിന് ശേഷം കുട്ടികൾ സ്കൂളിലേക്ക് തിരിച്ചു പോയതും പിന്നീട് കോച്ചിങ് സെന്ററിലേക്ക് ചേർന്നതും ആപ്ലിക്കേഷൻ ബഹിഷ്കരിച്ചതുമൊക്കെയാണ്. ബൈജൂസ് ആപ്പ് പ്രവർത്തിക്കണമെങ്കിൽ അതിന് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വേണം. അതിനൊരു മൊബൈൽ ഫോണോ ടാബ്ലറ്റോ ആവശ്യമാണ്. ഒരുപാട് കുട്ടികൾ ഈ കാരണത്താൽ തന്നെ മൊബൈൽ ഫോൺ അധികമായി ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ആഗ്രഹിച്ചു സ്കൂൾ പഠനം തന്നെയാണ് ഏറ്റവും നല്ലതെന്ന്. അഥവാ കോച്ചിങ് എടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും അതും മൊബൈൽ ഫോണിലൂടെ വേണ്ട, നേരിട്ടുള്ള കോച്ചിങ് സെന്ററുകളാണ് ഏറ്റവും നല്ലതെന്ന് മാതാപിതാക്കൾക്ക് തോന്നി. പക്ഷെ ഒരു മലയാളി എന്ന നിലയിൽ നമ്മുടെ എല്ലാം അഭിമാനമായി മാറിയ
ബൈജൂസ് തിരിച്ചു വരണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിൽ ബൈജൂസ് തിരിച്ചു വരട്ടെ. കുറഞ്ഞ പ്ലാനിൽ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നത് പോലെയാവട്ടെ. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.